ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്ന് വന്ന വീഡിയോ കുറച്ച് ലേറ്റ് ആയിട്ടാണ്, 2 ദിവസത്തിന് മുന്നെയാണ്. പക്ഷെ അത് വീഡിയോ ചെയ്യാതിരിക്കാൻ വയ്യാത്തോണ്ട് ചെയ്യാണ്. ഒന്നാമത് എന്താ വെച്ചാൽ, എന്താ പറയാ, ഓഫീസ് വിട്ട് വന്നിട്ടേ ഉള്ളൂ. നല്ല ഇവിടെ വീട്ടിൽ ഇഷ്ടം പോലെ പഴയകളുണ്ട്. അപ്പൊ ബാക്ക്ഗ്രൗണ്ടിന്റെ കാര്യങ്ങൾക്കല്ല സൗണ്ടൊക്കെ. അപ്പൊ ഇതൊക്കെ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇത് എനിക്ക് ചെയ്യും വേണം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ വരച്ച് വന്നത്. എന്താന്ന് വെച്ചാലേ, ഈ അതുകൊണ്ടോ പുറത്തിറങ്ങിയതൊന്നുണ്ടോ? എല്ലാവരും പറയും ആരും ഉണ്ടാവില്ല, അല്ലെങ്കിൽ അങ്ങനെ ആവും, ജോസ്മിൻ്റെ ജീവിതം ഇങ്ങനെ ഒന്നും ആവില്ല, ഇനി സൂപ്പറായിട്ട് ജീവിക്കും. പഠിച്ചോങ്ങാണ് നീ എന്താ അത്ര വലിയ തെറ്റെന്താ നീ ചെയ്ത്? എന്ത് ചെയ്തു? നീ ഒന്നും ചെയ്തിട്ടില്ല. നീ സമാധാനമായിട്ടിരിക്കണേ. പിന്നെ ഇപ്പൊ തൊട്ട് മുന്നേ കാണിച്ച വീഡിയോ കണ്ടോ? ആ വീഡിയോ കണ്ടപ്പോഴേ, ആ വീഡിയോയില് ജാസ്മിൻ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ കേട്ടപ്പോ എനിക്ക് തോന്നിയ പോലെയാണോ നിങ്ങൾക്ക് തോന്നുന്നത് എനിക്കറിയില്ല. അതായത് ആ വീഡിയോയില് പറയുന്നുണ്ടല്ലോ ജാസ്മിന്, പുറത്തത്തെ ആൾക്കാർ ഇതിനെ പറ്റി എന്ത് വിചാരിച്ചാലും ഞാനില്ലേ, എനിക്ക് എന്താ പ്രശ്നം, അവര് എന്നെ കുറെ എന്താണ് അങ്ങനെ ആക്കണം ഇങ്ങനെ അങ്ങനെ അങ്ങനെ മറിച്ചതും ഇതൊക്കെ പറയുന്നില്ലേ. അതായത് പുറത്തത്തെ എന്തൊക്കെയോ അല്ല, നല്ലവണ്ണം അറിഞ്ഞ് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി. നിങ്ങൾക്ക് എങ്ങനെ തോന്നിയെന്ന് എനിക്കറിയില്ല. എനിക്ക് നന്നായിട്ട് അതാ തോന്നിയത്. ഫാമിലി എപ്പിസോഡില് ജാസ്മിന്റെ പപ്പ വന്നിട്ട് ജാസ്മിന് ഒന്നും പറഞ്ഞു കൊടുത്തിട്ടില്ല എന്നുള്ള ആർക്കെങ്കിലും ഒരു തോന്നല, അല്ലെങ്കിൽ സോറി, ജാസ്മിന്റെ ആർമികൾ വന്നിട്ട് ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. നോ പ്രോബ്ലം, എനിക്കൊരു കുഴപ്പമില്ല. പക്ഷെ ഈ ഇതില് ചെറുതായിട്ട് സെൻസ് ഉള്ളവർക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. ഇങ്ങനെ ഒരാൾ ഇവിടെ കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അത് പുറത്തത്തെ കാര്യം അറിഞ്ഞതുകൊണ്ടാണ് ഇങ്ങനൊരു സംസാരം ഇവിടെ വരാൻ കാരണം. അല്ലേ? അത് കൺഫേം ആണ്, എനിക്ക് കൺഫേം ആണ്. ഈ കേൾക്കുന്ന ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപോലെ ആണെന്നില്ല. ഈ വീഡിയോ ഈ ഇത് കണ്ടിട്ട്, അതായത് ഇതിൽ ജാസ്മി പറയുന്നത് കേട്ടിട്ട് നിങ്ങൾക്ക് അല്ലാന്ന് തോന്നുന്നവർക്ക് കമന്റ് ചെയ്യാം, നോ പ്രോബ്ലം. ഇവിടെ മക്കള് ഭയങ്കര ബുദ്ധിമുട്ടിലാണ്. അപ്പോ അല്ലെങ്കിൽ കുഴപ്പമില്ല, കമന്റ് ചെയ്തോളൂ. അതല്ല, എനിക്ക് തോന്നിയ പോലെയാണ്, നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതും പറയും. കാരണം ഇത്രയും ദിവസമായിട്ട് ഈ പുറത്തത്തെ ഒന്നും അറിയാത്ത ഒരാള് ഇങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇങ്ങനെ സംസാരിച്ചിരുന്നുണ്ടെങ്കിൽ പുറത്തത്തെ എന്തൊക്കെയോ എവിടൊക്കെയോ അറിഞ്ഞിട്ടുണ്ട്. നന്നായിട്ട് ഒന്നും അറിഞ്ഞിട്ടില്ല, ഒന്നും അറിഞ്ഞിട്ടുണ്ട്. ജാസ്മിനെ പുറത്ത് നന്നായിട്ട് ട്രോൾ ചെയ്യുന്നുണ്ട്, നന്നായിട്ട് കീറി മുടിച്ച് വേറെ ഓപ്പറേഷൻ നടത്തുന്നുണ്ട് എന്നുള്ളതൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ജാസ്മി ഗബ്രി കോംബോ നല്ല വൈറലായിട്ട് നല്ല ചളിയായിട്ട് മൂവ് ചെയ്ത് പോയിട്ടുണ്ടെന്ന് മൂപ്പര് അറിഞ്ഞിട്ടുണ്ട്. അത് അറിയിച്ചത് ജാസ്മിയുടെ പപ്പയാവാനാണ് 100% ചാൻസ് കൂടുതൽ. കാരണം ആ എപ്പിസോഡിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ജാസ്മിൻ പപ്പിയും കൂടി സംസാരിച്ച് പോകുന്ന സീൻസ് ഒക്കെ. പക്ഷെ ആ ടോക്ക് ഒരിക്കലും നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. അന്നേരം നമ്മൾ വേറെ ഇവിടെ കുറെ സീൻസ് നമ്മൾ കാണിച്ചു തന്നിരുന്നത്. അപ്പൊ അന്നേരമൊക്കെ സംസാരിക്കുന്നത് ഇതായിരിക്കും. അപ്പൊ ബിഗ് ബോസ് ചെറുതായിട്ടൊന്ന് സപ്പോർട്ട് ചെയ്തതല്ലേ ആയിരിക്കും. അല്ലാണ്ട് പുറത്തിപ്പോ പുതിയ വൈൽഡ് കാർഡ് എൻട്രീസ് വന്നപ്പോഴേ പുറത്തത്തെ എന്തേലും ഒരു കാര്യം പറയുമ്പോത്തിന് അപ്പൊ ബിഗ് ബോസ് അലൗൺസ് ചെയ്തിരുന്ന ബിഗ് ബോസ് ഇത് കേട്ടിട്ടില്ല, ഇത് അലൗൺസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ബിഗ് ബോസ്, അതായത് വലിയണ്ണൻ കുറച്ച് സപ്പോർട്ട് ചെയ്തതാണ്. ഷുവർ, ജാസ്മിനോട് എന്തോ ഒരു ഫേവർ ഉണ്ട്. ഇനി എന്തായാലും ആയിക്കോട്ടെ, നോ പ്രോബ്ലം. നമ്മൾ അഖിൽമാരാരുടെ വിഷയത്തേക്കൊന്നും വലിച്ചിടുന്നില്ല. എങ്കിലും എന്തോന്നുണ്ട്, ജാസ്മിൻ പുറത്തത്തെ വിഷയങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അറിഞ്ഞതുകൊണ്ടാണ് അന്ന് ഗബ്രിയുടെ മാല ജാസ്മിയുടെ പപ്പ കൊണ്ടുപോയപ്പോ ജാസ്മിൻ ഓവർ റിയാക്ട് ചെയ്യാണ്ട്, അല്ലെങ്കിൽ ഓവർ കരഞ്ഞ് മെഴുകാതെ അതങ്ങ് ഊരിക്കൊടുത്ത് ആ മറ്റേ ചെറിയൊരു നെക്ലേസ് വാങ്ങി വെച്ചത്. കാരണം സാബുവിന്റെ എപ്പിസോഡിൽ ആ ഒരു മാല വാങ്ങിയതിന് അവളും കരഞ്ഞ് മെഴുകി പൊളിച്ച് ആട്ടക്കിട്ടൊക്കെയാണ് അത് തിരിച്ചു വാങ്ങിയ. എന്നാള് കയ്യിൽ കെട്ടിക്കൊണ്ട് നടക്കുന്ന സംഭവമാണ്. എന്നാള് ഫാമിലി എപ്പിസോഡിൽ പപ്പ വന്നത് കൂളായിട്ട് എടുത്ത് പോയപ്പോഴേ അന്നേരം ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ട്. പക്ഷെ പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ അവരിങ്ങനെ മൂവ് ചെയ്ത് ഇങ്ങനെ പോകണം, സംസാരിച്ച് പോകണം, എന്താന്ന് നമ്മൾ കേട്ടില്ല. ആ സംസാരിച്ച് പോകുന്ന രീതിയിൽ ഇതായിരിക്കും പറഞ്ഞിട്ടുണ്ടാവും, പുറത്ത് ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, മോളെ ഒന്ന് മാറ്റി കളിക്കും. അതിന്റെ ശേഷമാണ് ജാസ്മിൻ ഒന്ന് പതുങ്ങിയത്, പിന്നെ ഒന്ന് എന്താണ് സോഫ്റ്റ് ആയിട്ടും
കാരണം ഓരോന്ന് ഇന്നലെ ഈ എപ്പിസോഡിൽ എങ്ങാനോ പറയുന്നുണ്ട്, ഞാൻ ഇനി പുറത്ത്, അതായത് മിററിനോട് സംസാരിക്കുന്ന ഒരു എപ്പിസോഡ് ഉണ്ടല്ലോ, അതിൽ പറഞ്ഞു എവിടാ പോലും ഞാൻ നിന്നോളും, ഇൻഡിവിജ്വലായി കളിച്ചോളും. എവിടെ ഇൻഡിവിജ്വലായത്? ഇപ്പൊ പപ്പ വന്ന് പറഞ്ഞു കൊടുത്തപ്പോഴാണ് അത് ചെയ്യാൻ തുടങ്ങിയത്. അതുകൊണ്ട് ബിഗ് ബോസ് അണ്ണൻ ഇത് കണ്ടിട്ടുണ്ടാവും. ജാസ്മിന്റെ പപ്പ എങ്ങനെയാലും ചെവിയിൽ പോയിട്ട് രഹസ്യമായിട്ടൊന്നല്ല പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവും. അത് ഹൈഡ് ചെയ്ത് വെച്ചു. അതുകൊണ്ടാണ് ജാസ്മിൻ ഇപ്പൊ ഒന്ന് ഫേവറേറ്റിസം കളിച്ച് കളിക്കുന്നത്. ഇപ്പൊ എന്റെ ഈ ഒപ്പീനിയത്തിന്, അതായത് എനിക്ക് തോന്നിയത് ശരിയാണെന്ന് തോന്നുന്നവര് ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ കമന്റ് ചെയ്യുക. എന്തായാലും വേണ്ടില്ല, കാണുന്നവര് സബ്സ്ക്രൈബ് ചെയ്ത് പോവുക. നമുക്ക് സബ്സ്ക്രൈബ് കുറച്ച് കുറവാണ്, അപ്പൊ നിങ്ങൾ കുറച്ച് കൂട്ടിത്തരണം, എന്നാലേ നമുക്കൊരു ഊർജ്ജം ഉണ്ടാവുള്ളൂ. അപ്പൊ ഓക്കെ, ഇനി അടുത്ത വീഡിയോ പിന്നെ കാണാം. ഇപ്പൊ ഓഫീസ് വിട്ട് വന്നിട്ടേ ഉള്ളൂ, നല്ല പണി കിടക്കുന്നുണ്ട്. ബാക്കിൽ നിന്നൊക്കെ അമ്മച്ചി വിളി കേൾക്കുന്നുണ്ട്. ഇവരൊക്കെ ഒന്ന് ശരിയാക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇനി അധികം നീട്ടുന്നില്ല. അപ്പൊ ഓക്കെ പോട്ടെ, നീ പിന്നെ ഒരു വീഡിയോ പിന്നെ കാണാം. ബൈ.